ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച മലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടു. മഹാരാഷ്ട്ര നാഗപ്പൂരിലാണ് ഈ മലയാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അയാൾ ഇന്ത്യക്കെതിരായിട്ട് ശബ്ദിച്ചു. നമ്മുടെ പാകിസ്ഥാനുമായിട്ട് നമ്മൾ നടത്തുന്ന ഓപ്പറേഷൻ സിന്ദൂർ അതിനെതിരെ അയാൾ പ്രതികരിച്ചു. അയാൾ സോഷ്യൽ മീഡിയയിലാണ് ഇപ്രകാരം പ്രകീർത്തിച്ചത്. ഇയാൾ കൊച്ചി എടപ്പള്ളിയിലുള്ള റിജാസ് എം ഷീബ സൈദിഗീൻ എന്നാണ് ഇയാളുടെ പേര്. റീജാസ് എന്ന് നമുക്ക് പറയാം. 26 വയസ്സുകാരനാണ്. ഇയാളാണ് ഇന്ത്യക്കെതിരെ, രാജ്യത്തിനെതിരെ പ്രതികരിച്ചത്. ഇയാൾ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ച് സംസാരിച്ചു. 26 വയസ്സേ ഉള്ളൂ. ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനാണ്. ഇയാൾ അറിയപ്പെടുന്ന ഒരു CPI മാവോയിസ്റ്റ് സംഘടനയിലെ അംഗമാണ്. കേരളത്തിൽ ഇയാൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിലിരുന്ന് സോഷ്യൽ മീഡിയയിൽ ചില കമൻറ്റുകൾ ഇട്ടു. അത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിട്ടാണ്. മാവോയിസ്റ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ അനുഭാവം പ്രവർത്തിപ്പിക്കുന്ന ആളാണ്. നാഗപ്പൂർ പോലീസ് ഇപ്പം സോമോട്ടോയായിട്ട് എഫ്ഐആർ ഇട്ടു. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള കമൻ്റാണ്, ഓപ്പറേഷൻ സിന്ദൂറിനെതിരായിട്ടുള്ള കമൻ്റാണ്. തീർച്ചയായിട്ടും രാജ്യദ്രോഹത്തിൻ്റെ പരിധിയിൽ വരും. ഇന്ത്യൻ പീനൽ കോഡിലെ 153, 54 വകുപ്പുകളൊക്കെ ഇതിനകത്ത് വന്നാൽ ഡെത്ത് പെനാൽറ്റി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസ്മെൻ്റ് കൊടുക്കാം. കാരണം അതിനി അയാൾക്ക് ഡിനൈ ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾ സോഷ്യൽ മീഡിയയിലാണ് പ്രതികരിച്ചത്. അയാൾ CPIM മാവോയിസ്റ്റ് അനുഭാവിയാണ്. കേരളത്തിലും ഇയാൾക്കെതിരായിട്ട് കേസെടുത്തിട്ടുള്ളത് വാർത്തകൾ വരുന്നുണ്ട്. ഇയാളുടെ ഒരു സുഹൃത്തുണ്ട് നാഗപ്പൂരിൽ. അവിടുത്തെ നിവാസിയായ ഇഷ കുമാരി, 22 വയസ്സേ ഉള്ളൂ. ഇയാൾക്ക് 26 വയസ്സ്. ആ പെൺകുട്ടിയെ മഹാരാഷ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ സ്ത്രീയെയും മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡി വാങ്ങിച്ചു. 13-ാം തീയതി വരെ ഇയാളെ കസ്റ്റഡിയിലാണ്. കൃത്യമായി എഫ്ഐആറിൽ ഇട്ടിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം തന്നെയെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇയാൾ കാലാകാലത്തോളം ഇനി റിമാൻഡിൽ കിടക്കും. ആ കേസിൻ്റെ ട്രയൽ തീരുന്നിടം വരെ രാജ്യദ്രോഹത്തിനായതുകൊണ്ട് ഇനി ജാമ്യം കൊടുക്കാനുള്ള സാധ്യതയും ബ്ലീച്ചായിട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെപ്പോലെയുള്ള പല ആൾക്കാരും കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. രാജ്യം ഇപ്പം നേരിടുന്ന അപകടസ്ഥിതിയെ രാജ്യത്തിനൊപ്പം നമ്മൾ നിൽക്കേണ്ടവരാണ്. രാജ്യത്തിനൊപ്പം കൂറ് പ്രഖ്യാപിക്കേണ്ടവരാണ്. രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടവരാണ് നമ്മൾ. അത് ഏത് രീതിയിൽ നിങ്ങളുടെ ചിന്തയുണ്ടെങ്കിലും ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ പാടില്ല ആരും. ഇന്ത്യക്കാരും ഇല്ലെങ്കിൽ രാജ്യം വിട്ട് പൊക്കോണം. രാജ്യത്തിനോട് കൂറ് പുലർത്താത്തവരാരും ഇന്ത്യയിലുണ്ടാകാൻ പാടില്ല. അത് ഏത് സംഘടനയുടെ പേരിലായാലും ശരി, ഏത് സ്വതന്ത്ര ചിന്തയുടെ പേരിലായാലും ശരി, ഒരു രാജ്യത്ത് അവിടുത്തെ ഒരു പൗരനായി അവിടുത്തെ ഭരണഘടനയോട് കൂറ് പ്രഖ്യാപിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ച് ജീവിക്കുന്ന ഒരാൾ ഒരിക്കലും രാജ്യത്തിനെതിരായിട്ട് ശബ്ദിക്കാൻ പാടില്ല. അതൊരു പ്രാഥമിക പഠനമാണ് ഒരു പൗരൻ്റെ. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ എന്ന ആ സ്വതന്ത്ര രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യം, നമ്മുടെ സ്വത്ത്, നമ്മൾ വസിക്കുന്ന സ്ഥലം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. വേറൊരു രാജ്യത്ത് നിന്നാൽ നിങ്ങൾക്കത് അതിൻ്റെ ചൂടും അതിൻ്റെ ആ രീതിയിലുള്ള പ്രതികരണത്തിൻ്റെ ഇതും മനസ്സിലാവുകയുള്ളൂ. ചിലപ്പോൾ അവിടെ അങ്ങനെയുള്ള വ്യക്തികളെ നാട്ടുകാർ വരെ തല്ലിക്കൊല്ലുന്നു, വെടിവെച്ച് കൊല്ലുന്നതും കണ്ടിട്ടുണ്ട്. എവിടെ നിങ്ങൾ താമസിക്കുന്ന ഏത് സിറ്റിസണാണ്, നിങ്ങൾ ആ രാജ്യത്തിനോട് കൂറുള്ളവനായിരിക്കണം. ഇവിടെ മാവോയിസ്റ്റിൻ്റെ സംഘടനയുടെ ഒരു പിന്തുടർച്ചക്കാരനാണ് എന്ന് ഇയാൾ പറയുന്നെങ്കിലും സ്വതന്ത്രമായ രീതിയിൽ പത്രപ്രവർത്തനം നടത്തുന്നത് സൂക്ഷിച്ചു വേണം. കാരണം അത് രാജ്യത്തിനോട് കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് മാത്രമേ സ്വതന്ത്ര പത്രപ്രവർത്തനം പാടുള്ളൂ. രാജ്യത്തിനെതിരായിട്ട് ശബ്ദിക്കാൻ പാടില്ല നിങ്ങളാരും. അതുകൊണ്ട് ഇതൊരു ടിപ്പിക്കൽ കേസാണ്. ഇത് പ്രത്യേകിച്ച് മലയാളിയാണ് നാഗ്പൂരിലെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അയാൾക്ക് ലൈഫ് ഇംപ്രിസ്മെൻറ്റ് തീർച്ചയായിട്ടും ഉറപ്പായെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാജ്യത്തിൻ്റെ ഈ ക്രൂഷ്യൽ ടൈമിലാണ് ഇയാളുടെ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിൽ. കേരളത്തിലെ ഒരു ഒരു പത്രപ്രവർത്തകനും ഇതുപോലൊരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് യൂട്യൂബിൽ സ്ഥിരമായിട്ട് അയാൾ വരുന്നയാളാണ്, തുറന്ന് സംസാരിക്കുന്നയാളാണ്. ആ വ്യക്തി രാജ്യത്തിനെതിരായിട്ട് പറഞ്ഞു. അതോടുകൂടി അയാളുടെ യൂട്യൂബ് ബാൻ ചെയ്തു.
എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിനെതിരായിട്ടും ഇതിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. വിദേശ മാധ്യമങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരി, രാജ്യദ്രോഹകരമായ പ്രഖ്യാപനങ്ങൾ ഏത് വിദേശത്തെ രാജ്യത്തിൻ്റെ കോട്ട് ചെയ്താലും ശരി, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്ന് വിചാരിച്ചോണം. നമ്മൾ ഇന്ത്യയുടെ പുത്രന്മാരാണ്, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്നവരാണ്, രാജ്യസ്നേഹികളാണ്. അതുകൊണ്ട് ആ യൂട്യൂബുകാരൻ്റെ ആ പ്രകടനം അപ്പം തന്നെ അത് ആ യൂട്യൂബ് ബാൻ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പൊതുവായിട്ട് കാണുന്നത് മലയാളികൾ കൂടുതൽ സ്വതന്ത്ര ചിന്ത പ്രകടിപ്പിച്ച് രാജ്യദ്രോഹകരമായ പ്രവൃത്തികളിലേക്കും അതുപോലുള്ള കമൻറ്റുകളിലേക്ക് പോയി ഇടപെട്ടാൽ കുറേ നാളുകൾ നമുക്കറിയാം ജയിലിൽ കിടക്കേണ്ടി വരും. അതിൽ നിന്ന് മോചനം കിട്ടാൻ വർഷങ്ങളോളം എടുക്കും. ഇപ്പം തന്നെ ഇയാൾക്ക് ലൈഫ് ഇംപ്രസ്മെൻറ്റ് കൊടുക്കാനുള്ള വകുപ്പ്, അതിനുള്ള കാര്യങ്ങൾ ഇയാൾ സോഷ്യൽ മീഡിയ ചെയ്തു വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും. ഈ സന്ദർഭത്തിൽ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്നവർ, അങ്ങനെ രാജ്യത്തിനെ കുറ്റപ്പെടുത്തി പറയുന്നവർ, അത് വിദേശ രാജ്യങ്ങളെ വാർത്ത കോട്ട് ചെയ്താലും അത് ഇന്ത്യയിൽ പ്രോഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നവരും വാറിനെ പറ്റിയും യുദ്ധത്തെപ്പറ്റിയും ഇന്ത്യയുടെ പൊസിഷനെ പറ്റിയും ഒക്കെ സംസാരിക്കരുത്. ജാതി മത ചിന്തകളൊന്നും പാടില്ല. രാജ്യത്തോട് കൂറുള്ളവർ മാത്രമേ ഇന്ത്യയിൽ ജീവിച്ചാൽ മതി. അത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. അതുകൊണ്ട് ഈ രീതിയിലുള്ള കമൻറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് വേണം മലയാളികൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റ് പത്രത്തിലോ അല്ലെങ്കിൽ പ്രിൻ്റഡ് മീഡിയയിലും ചാനലിലൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ.